പ്രേക്ഷകർക്ക് വിരുന്നായി ഒരു പിടി മമ്മൂട്ടി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. 12ഓളം മമ്മൂട്ടി ചിത്രങ്ങളാണ് അണിയറയിലും റിലീസിനുമായി ഒരുങ്ങുന്നത്. തുടർച്ചയായി അത്രയും സിനിമകൾക്ക് ഡേറ്റ് നൽകിയ മമ്മൂട്ടി ഇപ്പോൾ തിരക്കിലാണ്. ഈ ചിത്രങ്ങളെല്ലാം കോടികളുടെ വിജയം നേടുമെന്നാണ് പ്രതീക്ഷ. സെവൻത് ഡേ ഫെയിം ശ്യാംധറിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ. ചിത്രത്തിൽ മമ്മൂട്ടി ഒരു അധ്യാപകന്റെ വേഷത്തിലായിരിക്കും എത്തുക. രതീഷ് രവിയാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. MSM സിനിമാസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശ ശരത്, ദീപ്തി സതി എന്നിവരാണ് ചിത്രത്തിലെ നായകന്മാർ. ദിലീഷ് പോത്തൻ, ഹരീഷ് കണാരൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഛായാഗ്രാഹകനായ ശ്യാംദത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം സ്ട്രീറ്റ് ലൈറ്റ് റിലീസിനൊരുങ്ങുകയാണ്. കസബയ്ക്ക് ശേഷം മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ത്രില്ലർ ചിത്രം കൂടിയാണിത്. സ്ട്രീറ്റ് ലൈറ്റിൽ നായിക ഇല്ലെന്നുള്ളതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. നവാഗതനായ ഫവാസ് മുഹമ്മദിന്റെ രചനയിൽ പ്ലേ ഹൗസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. നവാഗതനായ ശരത് സന്ദിത്തിന്റെ ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്നു. ബാംഗ്ലൂരിൽ ചിത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രശസ്ത പരസ്യ സംവിധായകന്റെ ചിത്രം തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനറാണ്. ശരത്തും മമ്മൂട്ടിയും ഇതാദ്യമായല്ല ഒന്നിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ശരത് ഒരു പരസ്യം സംവിധാനം ചെയ്തിട്ടുണ്ട്. മിയയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തുന്നത്. അജിത് പൂജപ്പുരയുടേതാണ് തിരക്കഥ. ആന്റണി ഡിക്രൂസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് ഇനിയും പേരിട്ടിട്ടില്ല. മമ്മൂട്ടിയെ നായകനാക്കി അജയ് വാസുദേവ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് മാസ്റ്റർ പീസ്. എഡ്ഡി എന്ന ഇംഗ്ലീഷ് പ്രൊഫസറായാണ് ചിത്രത്തിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. പൂനം ബഷ്വയും ചിത്രത്തിൽ കോളേജ് പ്രൊഫസറായി എത്തുന്നു. വരലക്ഷ്മിയും ഉണ്ണിമുകുന്ദനും ചിത്രത്തിലുണ്ട്. സന്തോഷ് പണ്ഡിറ്റും ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. റോയൽ സിനിമാസിന്റെ ബാനറിൽ മുൻ പ്രവാസിയായ CH മുഹമ്മദ് കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണിത്. വിനോദ് ഇലമ്പള്ളി ഛായാഗ്രഹണവും ദീപക് ദേവ് സംഗീതവും നിർവഹിക്കും. സെപ്റ്റംബറിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. തമിഴ് ചിത്രമായ പേരൻപും മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണ്. PL തേനപ്പൻ നിർമ്മിക്കുന്ന ചിത്രം രാമാണ് സംവിധാനം ചെയ്യുന്നത്. അഞ്ജലി അമീറാണ് ചിത്രത്തിലെ നായിക. മമ്മൂട്ടിയെ കൂടാതെ സമുദ്രകനി, ശരത് കുമാർ തുടങ്ങിയവരും ചിത്രത്തിലുണ്ടാകും. പുലിമുരുകന്റെ വൻ വിജയത്തിന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ. രാജ 2 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പോക്കിരി രാജ എന്ന കഥാപാത്രത്തെയായിരിക്കും മമ്മൂട്ടി അവതരിപ്പിക്കുക. തിരക്കഥാകൃത്ത് സേതു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും നായകൻ മമ്മൂട്ടിയാണ്. കോഴിത്തങ്കച്ചൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ തനിക്ക് രാമായണനായ ഒരു കോഴിക്കച്ചവടക്കാരനെയായിരിക്കും മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. നർമ്മപ്രധാനമായ സിനിമയിൽ 3 നായകന്മാർ ഉണ്ടാകും. അസിസ്റ്റന്റ് ഡയറക്ടറായി ഉണ്ണിമുകുന്ദൻ അരങ്ങേറുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകൻ എന്ന റിപ്പോർട്ടുകൾ. ഇതുവരെ പേരിടാത്ത ചിത്രത്തിന്റെ ചർച്ചകൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. K. മധുവിന്റെ സേതുരാമയ്യർ സീരീസിലെ CBI 5 ഒരുങ്ങുന്നുവെന്ന് സൂചന. സേതുരാമയ്യരായി പ്രേക്ഷക മനസ്സിലിടം നേടാൻ വീണ്ടും മമ്മൂട്ടി എത്തും. ചിത്രത്തിനെ കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് സിനിമാ ഇൻഡസ്ട്രിയിലെ സംസാരം. നാദർഷ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലും മമ്മൂട്ടിയാണ് നായകൻ. ആദ്യ 2 ചിത്രങ്ങൾ കൊണ്ട് തന്നെ കോടികളുടെ വിജയം നേടിയ നാദർഷയ്ക്ക് മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യുമ്പോൾ അത് വൻ ഹിറ്റാകുമെന്ന് ഉറപ്പാണ്. റാഫി ഷാഫി കൂട്ടുകെട്ടിലിറങ്ങുന്ന ചിത്രത്തിലും നായകൻ മമ്മൂട്ടി തന്നെ എന്നാണ് റിപ്പോർട്ടുകൾ. വൻ വിജയങ്ങൾ നേടിയെടുത്ത റാഫി ഷാഫി കൂട്ടുകെട്ടിനൊപ്പം മമ്മൂട്ടിയും കൂടി ചേരുമ്പോൾ അതൊരു വൻ ഹിറ്റ് തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ഫാമിലി ആക്ഷൻ ത്രില്ലറാണ് മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം. പേരെന്തെന്ന് വെളിപ്പെടുത്താത്ത ചിത്രത്തിൽ മമ്മൂട്ടിയുടെ തകർപ്പൻ ആക്ഷൻ അവതാരം പ്രേക്ഷകർക്ക് കാണാനാകും. 2 സൂപ്പർ സ്റ്റാറുകളെ അണിനിരത്തി പ്രിയദർശൻ ചിത്രം ഒരുങ്ങുന്നു. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും ദിലീപുമാണ് പ്രിയൻ ചിത്രത്തിലൂടെ ഒന്നിക്കുന്നത്. ദിലീപ് അഭിനയിക്കുമെന്ന് ഉറപ്പായ ചിത്രത്തിനെ പറ്റി മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പ്രിയൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളാണ് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ, രാക്കുയിലിൻ രാഗസദസ്സിൽ, മഴ പെയ്യുന്നു മതലം കൊട്ടുന്നു, മേഘം എന്നിവ. ഇതിൽ ദിലീപും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിച്ച മേഘം വൻ വിജയം നേടിയിരുന്നു. വീണ്ടും മൂവർ സംഘം ഒന്നിക്കുമ്പോൾ മേഘം പോലെ മറ്റൊരു വിജയ ചിത്രം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ. സൂപ്പർ ഹിറ്റ് ചിത്രമായ ഹാപ്പി വെഡിങ്ങിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന ഒമർ തന്റെ 2ാമത്തെ ചിത്രമായി മമ്മൂട്ടി സിനിമയാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ മമ്മൂട്ടിയും ഒമറും മറ്റും തിരക്കുകളിലായി പോയതിനാൽ ഒമറിന്റെ 3ാമത്തെ സിനിമയിലാകും മമ്മൂട്ടിയും ഉണ്ടാവുക. ഒമർ തന്റെ പുതിയ സിനിമയായ ചങ്ക്സിന്റെ തിരക്കുകൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകൻ. മമ്മൂട്ടിയുടെ 14ഓളം സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത ഫാൻസിനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ്. കഥാപാത്രത്തിലും കഥാഗതിയിലും വളരെ വ്യത്യസ്തങ്ങളായ 14 ചിത്രങ്ങൾ തന്നെയായിരിക്കും ഇതെല്ലാം. ഒപ്പം വൻ വിജയം കൊയ്ത് സംവിധായകരുടെ കൂട്ടുകൂടിയാകുമ്പോൾ പ്രതീക്ഷ വാനോളമാണ്.
എന്തായാലും റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ എത്ര കോടി കടക്കും എന്ന് കാത്തിരുന്ന് കാണാം. പ്രേക്ഷകർക്ക് വിരുന്നായി ഒരു പിടി മമ്മൂട്ടി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. 12ഓളം മമ്മൂട്ടി ചിത്രങ്ങളാണ് അണിയറയിലും റിലീസിനുമായി ഒരുങ്ങുന്നത്. തുടർച്ചയായി അത്രയും സിനിമകൾക്ക് ഡേറ്റ് നൽകിയ മമ്മൂട്ടി ഇപ്പോൾ തിരക്കിലാണ്. ഈ ചിത്രങ്ങളെല്ലാം കോടികളുടെ വിജയം നേടുമെന്നാണ് പ്രതീക്ഷ. സെവൻത് ഡേ ഫെയിം ശ്യാംധറിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ. ചിത്രത്തിൽ മമ്മൂട്ടി ഒരു അധ്യാപകന്റെ വേഷത്തിലായിരിക്കും എത്തുക. രതീഷ് രവിയാണ് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. MSM സിനിമാസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശ ശരത്, ദീപ്തി സതി എന്നിവരാണ് ചിത്രത്തിലെ നായകന്മാർ. ദിലീഷ് പോത്തൻ, ഹരീഷ് കണാരൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഛായാഗ്രാഹകനായ ശ്യാംദത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം സ്ട്രീറ്റ് ലൈറ്റ് റിലീസിനൊരുങ്ങുകയാണ്. കസബയ്ക്ക് ശേഷം മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ത്രില്ലർ ചിത്രം കൂടിയാണിത്. സ്ട്രീറ്റ് ലൈറ്റിൽ നായിക ഇല്ലെന്നുള്ളതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. നവാഗതനായ ഫവാസ് മുഹമ്മദിന്റെ രചനയിൽ പ്ലേ ഹൗസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. നവാഗതനായ ശരത് സന്ദിത്തിന്റെ ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്നു. ബാംഗ്ലൂരിൽ ചിത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രശസ്ത പരസ്യ സംവിധായകൻ ചിത്രം തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനറാണ്. ശരത്തും മമ്മൂട്ടിയും ഇതാദ്യമായല്ല ഒന്നിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ശരത് ഒരു പരസ്യം സംവിധാനം ചെയ്തിട്ടുണ്ട്. മിയയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തുന്നത്. അജിത് പൂജപ്പുരയുടേതാണ് തിരക്കഥ. ആന്റണി ഡിക്രൂസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് ഇനിയും പേരിട്ടിട്ടില്ല. മമ്മൂട്ടിയെ നായകനാക്കി അജയ് വാസുദേവ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് മാസ്റ്റർ പീസ്. എഡ്ഡി എന്ന ഇംഗ്ലീഷ് പ്രൊഫസറായാണ് ചിത്രത്തിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. പൂനം ബഷ്വയും ചിത്രത്തിൽ കോളേജ് പ്രൊഫസറായി എത്തുന്നു. വരലക്ഷ്മിയും ഉണ്ണിമുകുന്ദനും ചിത്രത്തിലുണ്ട്. സന്തോഷ് പണ്ഡിറ്റും ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. റോയൽ സിനിമാസിന്റെ ബാനറിൽ മുൻ പ്രവാസിയായ CH മുഹമ്മദ് കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണിത്. വിനോദ് ഇലമ്പള്ളി ഛായാഗ്രഹണവും ദീപക് ദേവ് സംഗീതവും നിർവഹിക്കും. സെപ്റ്റംബറിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. തമിഴ് ചിത്രമായ പേരൻപും മമ്മൂട്ടിയുടെ പുതിയ ചിത്രമാണ്. PL തേനപ്പൻ നിർമ്മിക്കുന്ന ചിത്രം രാമാണ് സംവിധാനം ചെയ്യുന്നത്. അഞ്ജലി അമീറാണ് ചിത്രത്തിലെ നായിക. മമ്മൂട്ടിയെ കൂടാതെ സമുദ്രകനി, ശരത് കുമാർ തുടങ്ങിയവരും ചിത്രത്തിലുണ്ടാകും. പുലിമുരുകന്റെ വൻ വിജയത്തിന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ. രാജ 2 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പോക്കിരി രാജ എന്ന കഥാപാത്രത്തെയായിരിക്കും മമ്മൂട്ടി അവതരിപ്പിക്കുക. തിരക്കഥാകൃത്ത് സേതു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും നായകൻ മമ്മൂട്ടിയാണ്. കോഴിത്തങ്കച്ചൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ തനിക്ക് രാമായണനായ ഒരു കോഴിക്കച്ചവടക്കാരനെയായിരിക്കും മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. നർമ്മപ്രധാനമായ സിനിമയിൽ 3 നായകന്മാർ ഉണ്ടാകും. അസിസ്റ്റന്റ് ഡയറക്ടറായി ഉണ്ണിമുകുന്ദൻ അരങ്ങേറുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകൻ എന്ന റിപ്പോർട്ടുകൾ. ഇതുവരെ പേരിടാത്ത ചിത്രത്തിന്റെ ചർച്ചകൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. K. മധുവിന്റെ സേതുരാമയ്യർ സീരീസിലെ CBI 5 ഒരുങ്ങുന്നു എന്ന് സൂചന. സേതുരാമയ്യരായി പ്രേക്ഷക മനസ്സിലിടം നേടാൻ വീണ്ടും മമ്മൂട്ടി എത്തും. ചിത്രത്തിനെ കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് സിനിമാ ഇൻഡസ്ട്രിയിലെ സംസാരം. നാദർഷ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലും മമ്മൂട്ടിയാണ് നായകൻ. ആദ്യ 2 ചിത്രങ്ങൾ കൊണ്ട് തന്നെ കോടികളുടെ വിജയം നേടിയ നാദർഷയ്ക്ക് മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യുമ്പോൾ അത് വൻ ഹിറ്റാകുമെന്ന് ഉറപ്പാണ്. റാഫി ഷാഫി കൂട്ടുകെട്ടിലിറങ്ങുന്ന ചിത്രത്തിലും നായകൻ മമ്മൂട്ടി തന്നെ എന്നാണ് റിപ്പോർട്ടുകൾ. വൻ വിജയങ്ങൾ നേടിയെടുത്ത റാഫി ഷാഫി കൂട്ടുകെട്ടിനൊപ്പം മമ്മൂട്ടിയും കൂടി ചേരുമ്പോൾ അതൊരു വൻ ഹിറ്റ് തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ഫാമിലി ആക്ഷൻ ത്രില്ലറാണ് മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം. പേരെന്തെന്ന് വെളിപ്പെടുത്താത്ത ചിത്രത്തിൽ മമ്മൂട്ടിയുടെ തകർപ്പൻ ആക്ഷൻ അവതാരം പ്രേക്ഷകർക്ക് കാണാനാകും. 2 സൂപ്പർ സ്റ്റാറുകളെ അണിനിരത്തി പ്രിയദർശൻ ചിത്രം ഒരുങ്ങുന്നു. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും ദിലീപുമാണ് പ്രിയൻ ചിത്രത്തിലൂടെ ഒന്നിക്കുന്നത്. ദിലീപ് അഭിനയിക്കുമെന്ന് ഉറപ്പായ ചിത്രത്തിനെ പറ്റി മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പ്രിയൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളാണ് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ, രാക്കുയിലിൻ രാഗസദസ്സിൽ, മഴ പെയ്യുന്നു മതലം കൊട്ടുന്നു, മേഘം എന്നിവ. ഇതിൽ ദിലീപും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിച്ച മേഘം വൻ വിജയം നേടിയിരുന്നു. വീണ്ടും മൂവർ സംഘം ഒന്നിക്കുമ്പോൾ മേഘം പോലെ മറ്റൊരു വിജയ ചിത്രം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ. സൂപ്പർ ഹിറ്റ് ചിത്രമായ ഹാപ്പി വെഡിങ്ങിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന ഒമർ തന്റെ 2ാമത്തെ ചിത്രമായി മമ്മൂട്ടി സിനിമയാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ മമ്മൂട്ടിയും ഒമറും മറ്റും തിരക്കുകളിലായി പോയതിനാൽ ഒമറിന്റെ 3ാമത്തെ സിനിമയിലാകും മമ്മൂട്ടിയും ഉണ്ടാവുക. ഒമർ തന്റെ പുതിയ സിനിമയായ ചങ്ക്സിന്റെ തിരക്കുകൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകൻ. മമ്മൂട്ടിയുടെ 14ഓളം സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത ഫാൻസിനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ്.
കഥാപാത്രത്തിലും കഥാഗതിയിലും വളരെ വ്യത്യസ്തങ്ങളായ 14 ചിത്രങ്ങൾ തന്നെയായിരിക്കും ഇതെല്ലാം. ഒപ്പം വൻ വിജയം കൊയ്ത് സംവിധായകരുടെ കൂട്ടുകൂടിയാകുമ്പോൾ പ്രതീക്ഷ വാനോളമാണ്. എന്തായാലും റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ എത്ര കോടി കടക്കും എന്ന് കാത്തിരുന്ന് കാണാം. You are watching. You're watching me. And you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.